voice of couture, bridging heritage and headlines. ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിലും പാതിവൃത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഊർമിള സീതയ്ക്ക് തുല്യമോ ഒരു പക്ഷേ സീതയേക്കാൾ ഒരുപടി മുകളിലും ആയിരുന്നു. ഇന്നത്തെ കാലമാണെങ്കിൽ ഭർത്താവ് ദുബായിക്ക് പോയാൽ 3-ാം മാസം വേറെ ആളിനെ തപ്പുന്ന രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. രാജ്യഭക്ഷണനായി പുറത്തേക്ക് നടന്നു പോകുന്ന ലക്ഷ്മണനെ അനുധാവനം ചെയ്യുവാൻ ഊർമിള തയ്യാറായി. നമസ്കാരം. രാമായണ പൊരുൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് രാമായണത്തിലെ ഒരു നിശബ്ദ കഥാപാത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലക്ഷ്മണന്റെ പത്നി ഊർമിളയെയാണ്. ഊർമിളയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത പ്രഭാഷകനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനുമായിരുന്ന ശ്രീ പ്രസാദ് മല്ലപ്പള്ളിയാണ്. ശ്രീ പ്രസാദിനെ നമുക്ക് വോയിസ് ഓഫ് കുറ്റൂരിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഈ രാമായണത്തിൽ ഊർമിള ഒരു ദുഃഖ ബിന്ദുവായി രാമായണത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? ഊർമിള ജനകപുത്രിയാണ്. ജനകപുത്രി എന്ന് പറയുമ്പോൾ സീതയുടെ സഹോദരിയാണ്. ഒരു ദിവസം അവരറിയുന്നു അവിടേക്ക് ഒരു രാജകുമാരൻ കടന്നു വരുന്നുണ്ട്. സീതയും ഊർമിളയും സുതകീർത്തിയും മാണ്ഡവിയും ഇവർ 4 പേരാ ഉള്ളത്. അവര് ആ വന്ന രാജകുമാരന്മാരെ സഹൂതം ജാലകത്തിന്റെ പഴുതിലൂടെ നോക്കി കണ്ടു. സുന്ദരകളേവരനായ ശ്രീരാമചന്ദ്രനൊപ്പം അതുപോലെ തേജസ്വിയായ മറ്റൊരു ചെറുപ്പക്കാരനെ കണ്ട് ഊർമിള അന്നേ അദ്ദേഹത്തെ മനസ്സിൽ സ്വീകരിച്ചിരുന്നു. ത്രയംബകം വില്ലൊടിച്ചുകൊണ്ട് സീതയെ പാണിഗ്രഹണം ചെയ്യുവാൻ അർഹനാണ് എന്ന് ശ്രീരാമചന്ദ്രൻ തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവിനെ ആളയച്ചു. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 4 മക്കളുണ്ട്, ഇവിടെയും 4 കുട്ടികളുണ്ട്. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെയും ഭരതന്റെയും ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും പത്നിമാരായിട്ട് സീതയും ഊർമിളയും സുതകീർത്തിയും മാണ്ഡവിയും അവിടെ അയോധ്യയിലേക്ക് ചെല്ലുക. അയോധ്യയിൽ ചെന്ന് കഴിഞ്ഞിട്ടും ആ ലക്ഷ്മണന്റെ പത്നീപദം അലങ്കരിക്കുമ്പോൾ തന്നെ തൻ്റെ ഭർത്തൃമാതാക്കളുടെ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തുവാൻ യാതൊരു മടിയും ഊർമിളയ്ക്കില്ലായിരുന്നു. അവിടെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ധാർമ്മിക ചിന്താഗതിയാണ്. കാരണം ഇന്ന് സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു വളരെയധികം ജുഗുപ്സാവഹമായ ഒരു കാര്യമായിട്ടാണ് പലരും കാണുന്നത്. അന്നത്തെ കാലത്ത് ഊർമിള അത് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പതി ശുശ്രൂഷയാണെങ്കിലും ഭർത്താവിൻ്റെ അമ്മമാരെ ശുശ്രൂഷിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിലും പാതിവൃത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഊർമിള സീതയ്ക്ക് തുല്യമോ ഒരു പക്ഷേ സീതയേക്കാൾ ഒരുപടി മുകളിലും ആയിരുന്നു. കൈകേയിയുടെ പിടിവാശി മൂലം ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ ആ വനത്തിലേക്ക് പോകാൻ ശ്രീരാമചന്ദ്രനോടൊപ്പം ലക്ഷ്മണൻ തയ്യാറാവുകയാണ്. ഊർമിളയുടെ പാതിവൃത്യവും അതുപോലെ തന്നെ പതിയുടെ അമ്മമാരോടുള്ള അവരുടെ മനോഭാവവും ഒക്കെ ഇന്നത്തെ സ്ത്രീകൾക്ക് അനുകരണീയമാണ്. പക്ഷേ കൈകേയിയുടെ പിടിവാശി മൂലം കാട്ടിലേക്ക് പോകാൻ ശ്രീരാമചന്ദ്രൻ തയ്യാറാകുമ്പോൾ ലക്ഷ്മണൻ അനുധാവനം ചെയ്യുവാൻ തയ്യാറാവുകയാണ്. അവിടെ ഞാൻ പോവുകയാണ് പൊക്കോട്ടെ എന്നൊരു വാക്ക് ലക്ഷ്മണൻ ഊർമിളയോട് ചോദിക്കുന്നില്ല. അതുവരെ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ ഉള്ള ഒരു പാത്രസൃഷ്ടിയിലെ കറുത്ത പാടായിട്ട് നമുക്ക് തോന്നാറുണ്ടത്. മൂകയായി തന്റെ ഭർത്താവിനെ യാത്ര അയക്കുകയാണ് ഊർമിള. ഇനി 14 വർഷങ്ങൾ കഴിഞ്ഞ് ഭർത്താവിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ആ 14 വർഷങ്ങളും ദിവസേന ഭർത്താവിന്റെ പാദങ്ങളിൽ പൂജ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പാദപൂജ ചെയ്യുമായിരുന്നു. ഇന്നത്തെ കാലമാണെങ്കിൽ ഭർത്താവ് ദുബായിക്ക് പോയാൽ 3-ാം മാസം വേറെ ആളിനെ തപ്പുന്ന രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. പക്ഷേ 14 വർഷങ്ങളും ഈ ഊർമിള എന്ന സാധ്വിയായ സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഓർത്ത് ഭർത്താവിന് പാദപൂജ ചെയ്തുകൊണ്ട് ജീവിച്ചു. അവസാനം ലക്ഷ്മണൻ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സംതൃപ്തമായ ഒരു ജീവിതം, അവർ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതം പുനരാരംഭിക്കുക. അവിടെ ഉല്ലാസകരമായ ജീവിതം തള്ളി നീക്കുമ്പോഴാണ് യമധർമ്മനുമായി രാമൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മുറിയിലേക്ക് കടന്നു ചെന്ന ലക്ഷ്മണനെ ക്രൂരമായി രാജ്യഭക്ഷണനാക്കുന്നത്. രാജ്യഭക്ഷണനായി പുറത്തേക്ക് നടന്നു പോകുന്ന ലക്ഷ്മണനെ അനുധാവനം ചെയ്യുവാൻ ഊർമിള തയ്യാറായി. കാട്ടിൽ പോകുമ്പോൾ കൂടെ പോകാത്ത ഊർമിള ജലസമാധിക്കായി പുറപ്പെട്ട ലക്ഷ്മണനൊപ്പം ആ സരയുവിലേക്ക് നടന്നു. അവിടെ ലക്ഷ്മണനൊപ്പം അവളും ജലസമാധി അടയുക. അവിടെയാണ് പതിവ്രതയായ ഊർമിളയുടെ ജീവിതത്തിന്റെ പരിസമാപ്തി വരുന്നത്. ലക്ഷ്മണന്റെ ജീവിത വല്ലരിൽ 2 പുത്രന്മാർ പിറന്നു, അംഗദൻ, ചന്ദ്രകേതു. അവരെ പിന്നീട് ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണന്റെയും സ്വർഗാരോഹണത്തിന് ശേഷം കുട്ടികൾ രാജ്യഭാരമേറ്റതായിട്ടും അവർ രാജ്യം ഭരിച്ചതായിട്ടും ഉത്തരരാമായണത്തിൽ പറയുന്നുണ്ട്. ഈ ഊർമിളയെക്കുറിച്ച് അങ്ങനെ രാമായണത്തിൽ അധികം പരാമർശങ്ങളുണ്ടെന്ന് രാമായണത്തിൽ അധികം പരാമർശങ്ങളില്ല. പക്ഷെ ചില ഹിന്ദി നാടകങ്ങളൊക്കെ ഊർമിളയെ കഥാപാത്രമായിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ സാങ്കല്പികമാണ്. അല്ലാതെ രാമായണത്തിൽ ഊർമിളയെ പറ്റി കൂടുതലായിട്ട് വലിയ പരാമർശങ്ങളില്ല. അത് ഈ ജനക രാജധാനിയിലെ അദ്ദേഹത്തിന്റെ മക്കളായിട്ട് വളർത്തപ്പെട്ടു.
ശ്രീരാമേന്ദ്രൻ്റെ മക്കൾ വിവാഹം ചെയ്തു. അവരോടൊപ്പം അയോധ്യയിലേക്ക് പോയി അവര് അയോധ്യയുടെ ഐശ്വര്യമായിട്ട് അവരെ ജീവിച്ചു എന്നുള്ള രീതിയിലുള്ള ഇതേ ഉള്ളൂ. അവതാരത്തിന്റെ കാര്യം ചോദിച്ചപ്പോഴേ, ശ്രീരാമേന്ദ്രൻ അവതരിക്കുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പള്ളിമെത്ത കൊള്ളുന്ന ആനന്ദൻ എന്ന് പറയുന്ന നാഗമാണ് ലക്ഷ്മണനായി പിറന്നതെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പം ശ്രീരാമന്റെ ജീവിതം പൂർത്തിയായപ്പോൾ ആനന്ദനും അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പോയി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രാമായണത്തിലെ കവി മറന്നുപോയതോ അതോ മറന്നതായി അഭിനയിക്കുകയോ ചെയ്യുന്ന പ്രാധാന്യം കൊടുക്കാത്ത ഒരു കഥാപാത്രമാണ് ഊർമിള. പക്ഷേ രാമായണം വായിക്കുന്നവർക്ക്, രാമായണം കഥ പറയുന്നവർക്ക് അറിയാതെ തന്നെ അവരുടെ മനസ്സിലെ ചിരപ്രതിഷ്ഠിച്ചിരുന്ന കഥാപാത്രമാണ് ഊർമിള. ആ ഊർമിളയെ മാനിക്കാത്ത, ഊർമിളയുടെ കഥ അറിയാത്ത, ഊർമിളയുടെ കഥ സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയും ഈ ലോകത്തുണ്ടാവില്ല. അത്രമാത്രം ലോകത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് മുഴുവൻ എത്രമാത്രം സീതയും അഹല്യയും ഒക്കെ മാതൃകയാണോ അതുപോലെ തന്നെ മാതൃകയാക്കേണ്ട ഒരു സ്ത്രീരത്നമാണ് ഊർമിള എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോലും മറന്നു പോയെന്നുടെ ആത്മാവിൻ രോദനം കേൾക്കാൻ രാമായണത്തിലെ നീലാംബരത്തിൽ ശോക മൂകനിരാവായി ഞാൻ മാറി. നെറ്റിയിൽ സിന്ദൂരം തൊട്ടു ഞാനെപ്പോഴും ലക്ഷ്മണ നിന്നെയും കാത്തിരിപ്പൂ. അന്തപുരത്തിലെ അജ്ഞാത സ്വപ്നമായി ദുഃഖത്തിൻ പോലുള്ളേ ഞാനിരിപ്പൂ. വോയിസ് ഓഫ് കുട്ടൂരിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടൂർ സൈനിങ് ഓഫ് ഫ്രം വോയിസ് ഓഫ് കുട്ടൂർ, ബ്രിഡ്ജിംഗ് ഹെറിറ്റേജ് ആൻഡ് ഹെഡ്ലൈൻസ്. താങ്ക് യു.